ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങൾക്കും വാസ്തുവിനും നമ്മുടെ ജീവിതത്തിൽ ഗുണകരമോ നെഗറ്റീവോ ആയിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവാൻ സാധിക്കുമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവിടുന്ന വീടുകളിൽ വസ്തുക്കളും പോസിറ്റീവ് പ്രഭാവങ്ങളോ നെഗറ്റീവ് പ്രഭാവങ്ങളോ ചെലുത്തുന്നുവെന്നും വാസ്തു പറയുന്നു. കുടുംബത്തിനും അവിടുത്തെ അംഗങ്ങൾക്കും ഗുണാനുഭവങ്ങൾ പ്രധാനമാകുവാൻ പോസിറ്റീവ് പ്രഭാവം ചെലുത്തുന്ന വസ്തുക്കളെ വീടിനുള്ളിൽ സ്ഥാപിക്കാവുന്നതാണ്. വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി ചെലുത്തുവാൻ ചില പെയിൻറ്റിങ്ങുകളോ ഫോട്ടോകളോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ചിത്രങ്ങൾ പോസിറ്റീവ് എനർജി ചെലുത്തി കുടുംബത്ത് ഭാഗ്യം പ്രദാനം ചെയ്യും. ഭാഗ്യം മാത്രമല്ല, ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഇതിലൂടെ പ്രധാനമാകും. കുടുംബത്ത് ഭാഗ്യം കടാക്ഷിക്കുവാൻ സഹായിക്കുന്ന അത്തരം ചിത്രങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തേത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതാണ് കുതിരയുടെ പടം. കുതിരകളെ പ്രതിനിധീകരിക്കുന്ന പെയിൻറ്റിങ്ങുകൾ വീട്ടിൽ സ്ഥാപിക്കുന്നത് ഗുണകരമായ പ്രഭാവം പ്രദാനം ചെയ്യും. സ്ഥിരതയുടെയും ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായിട്ടാണ് വാസ്തുവിൽ കുതിരയെ കണക്കാക്കുന്നത്. കുതിച്ചു പായുന്ന കുതിരയുടെ ചിത്രങ്ങൾ വീടിനുള്ളിൽ തെക്ക് ദർശനമായി സ്ഥാപിക്കുന്നതാണ് ഉത്തമം. അടുത്താണ് പുഷ്പങ്ങൾ. പൂക്കളുടെ ഫോട്ടോകളും പെയിൻറ്റിങ്ങുകളും വീടിനുള്ളിലെ ചുമരുകളിൽ സ്ഥാപിക്കാം. ചൈനീസ് വാസ്തുശാസ്ത്രപരമായി പറയുന്നത് പൂക്കൾ ജീവിതത്തിലെ നെഗറ്റീവ് എനർജിയെയും കാര്യങ്ങളെയൊക്കെ അനുകൂലകരമാക്കുമെന്നുള്ളതാണ്. അടുത്താണ് കാള. ശക്തി, വിശ്വാസ്യത എന്നിവയെ പ്രതിനിധീകരിക്കുന്നതാണ് കാള. ഈ പ്രഭാവങ്ങൾ പ്രധാനമാകുവാൻ കാളയുടെ ചിത്രങ്ങൾ സ്ഥാപിക്കാം. തൊഴിൽപരമായ നേട്ടങ്ങൾക്ക് വീട്ടിൽ, ഓഫീസ് മുറികളിലൊക്കെ ഇത് സ്ഥാപിക്കാവുന്നതാണ്. നിഷേധാത്മകമായ ഊർജങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാനും ഈ ചിത്രങ്ങൾ വയ്ക്കാം. അടുത്താണ് കാമധേനു, പശു എന്നിവയുടെയൊക്കെ ചിത്രങ്ങൾ. പാലാഴി കടഞ്ഞപ്പോൾ ലഭിച്ച ഐശ്വര്യ ദേവതയാണ് കാമധേനു. കാമധേനു ഉണ്ടെങ്കിൽ എല്ലാ ഐശ്വര്യങ്ങളും പ്രധാനമാകും. അതിനാൽ കുടുംബത്ത് കാമധേനുവിൻ്റെ ചിത്രങ്ങളും സ്ഥാപിക്കാം. ആഗ്രഹങ്ങളെല്ലാം അത് പ്രധാനമാക്കും. കിടാവുമൊത്തുള്ള പശുവിൻ്റെ പെയിൻറ്റിങ്ങുകൾ വയ്ക്കുന്നതും ഐശ്വര്യമാണ്. വീടിനുള്ളിൽ ഈ ചിത്രങ്ങൾ വടക്ക് കിഴക്ക് ദർശനമായി സ്ഥാപിക്കുക. അടുത്താണ് കൽപ്പവൃക്ഷം. കൽപ്പവൃക്ഷം എല്ലാം പ്രദാനം ചെയ്യുമെന്ന് പുരാണങ്ങൾ പറയുന്നു. ശുഭകാര്യങ്ങൾ അനുഭവിക്കാൻ കൽപ്പവൃക്ഷത്തിൻ്റെ പെയിൻറ്റിങ്ങുകൾ സ്ഥാപിക്കുക. ബലപുഷ്ടിയും അനുഗ്രഹവും ഇത് നേടിത്തരും. വീടിനുള്ളിൽ വടക്ക് പടിഞ്ഞാറ് ദർശനമായി കൽപ്പവൃക്ഷത്തിൻ്റെ ചിത്രങ്ങൾ സ്ഥാപിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. അടുത്തത് നീരൊഴുക്ക്. വെള്ളച്ചാട്ടം, നദികൾ, അരുവികൾ, ജലാശയങ്ങൾ തുടങ്ങിയ നീരൊഴുക്കുകളെ പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങൾ വീടിനുള്ളിൽ സ്ഥാപിക്കുന്നത് സമൃദ്ധി പ്രദാനം ചെയ്യും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചിത്രങ്ങളിലെ നീരൊഴുക്ക് വീടിനുള്ളിലേക്ക് വരുന്നത് പോലെ ആയിരിക്കണം സ്ഥാപിക്കേണ്ടത്. അല്ലെങ്കിൽ അത് വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഏതൊക്കെ ചിത്രങ്ങളാണ് നമ്മളുടെ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തതെന്ന് മനസ്സിലാക്കാം. ചില ചിത്രങ്ങൾ വീടിനുള്ളിൽ സ്ഥാപിക്കാൻ പാടില്ല. അത് നമ്മുടെ സന്തോഷം, ആരോഗ്യം, സമ്പത്ത്, ഭാഗ്യം എന്നിവയെ പ്രതികൂലമായി ബാധിക്കും. യുദ്ധങ്ങളുടെയും പോരാട്ടങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മത്സരത്തിനും ശത്രുതയ്ക്കും കാരണമാകും. മുള്ളുകളുള്ള ചെടികൾ വീടിനുള്ളിൽ വളർത്തുകയോ അതിൻ്റെ പെയിൻറ്റിങ്ങുകൾ സ്ഥാപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നെഗറ്റീവ് എനർജി ക്ഷണിച്ചു വരുത്തും. അതുപോലെ ശവകുടീരങ്ങൾ, ശ്മശാനങ്ങൾ, ക്ഷുദ്രജീവികൾ തുടങ്ങിയവയുടെയൊക്കെ ചിത്രങ്ങൾ, അസ്വസ്ഥകരമായ മറ്റ് ചിത്രങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.